ഹേയ് ഹലോ, വെൽക്കം ടു ഹെൽമെറ്റ് ടൈൽസ്. എൻ്റെ പേര് അമർ. എൻ്റെ പേര് നിതിൻ. വെൽക്കം ടു എപ്പിസോഡ് 8 ബാലേട്ടൻ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ട്രാക്ക്. ഞാനൊരു സാധനം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് പറയാൻ വേണ്ടി. ബാലേട്ടൻ ഈസ് ബാക്ക്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ട്രാക്കാണ് മോട്ടോ ജിപിക്ക്. മോട്ടോ ജിപിക്ക് ഒരു ടാസ്ക് ആയിട്ടുള്ള ട്രാക്കാണ്. ഇന്ന് വേറൊരു പ്രത്യേകത, മൊത്തത്തിൽ സെറ്റപ്പ് ഒന്ന് മാറിയിട്ടുണ്ട്. റൂമൊക്കെ ഒന്ന് കളറാക്കാൻ വേണ്ടി എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആക്കാൻ വേണ്ടി മൊത്തം വെള്ളം അടിച്ചു ഒറ്റ ഒന്ന് കാടെടുത്ത്. ഇനി ഫുള്ളിൽ വൈറ്റ് വാഷ് അടിച്ചു വൈറ്റ്, കൗച്ച് വൈറ്റ്, ബാക്ക് വൈറ്റ്, ഹെൽമെറ്റ് വൈറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചെന്നിട്ടില്ല, ഇടയ്ക്ക് കുറച്ച് ഞങ്ങൾ റെഡുമായി ഇട്ടിട്ടുണ്ട്. ഏത് ടീം ജയിക്കുന്നു അതിന്റെ കളർ വരും. അതാണ് പുതിയ അപ്ഗ്രേഡ്. ഇപ്രാവശ്യം ആര് ജയിച്ചത്? ഈ റെഡ് കണ്ട് മനസ്സിലാക്കി കാണാൻ പറ്റിയാ മതിയായിരുന്നു ഈ റെഡൊക്കെ. ഞാൻ മറ്റേ എഡിറ്റ് ചെയ്യുമ്പം ചോപ്പ് കൂട്ടിയിടാം. അപ്പം അസ് യൂഷ്വൽ ചോമ്പ് വന്ന പോലെ തന്നെ അപ്പം തന്നെ എല്ലാവർക്കും ഗസ് ചെയ്യാലോ. എല്ലാരും അറിഞ്ഞു കാണും, ലോകം മൊത്തം അറിഞ്ഞു, എല്ലാരും അറിഞ്ഞു കാണും. മറ്റേ പുള്ളി അത് 7-11 അപ്പൊ പെഡ്രോ വന്നിട്ട് ഇറ്റ്സ് നോട്ട് 7-11, ഇറ്റ്സ് 6-7. പെഡ്രോകോസ്റ്റ, നമ്മളിപ്പോ പെഡ്രോകോസ്റ്റ മെൻഷൻ ചെയ്തോണ്ട് പറയാം, പുള്ളി ആക്ച്വലി ആൾക്കാർ പറയുന്ന പോലെ തന്നെ ഒരു ഏലിയനാണ്, അടുത്ത് വളർന്നു വരുന്ന ഒരു ഏലിയൻ കുട്ടനാ. ബാക്കി KTM ഒക്കെ എവിടെ ഇരിക്കുകയാണെന്ന് ഞാൻ കണ്ട പോലുമില്ല. KTM ഉണ്ടായിരുന്നു നമുക്ക്. ആദ്യത്തെ എലിഫന്റ് ഇൻ ദ റൂം, എപ്രിലിയന്റെ ഞാൻ ഗ്രൂപ്പിൽ പറയായിരുന്നു, മാർട്ടിൻ മോർബിഡലിയുടെ അടുത്ത് ട്യൂഷന് പോയിരുന്നു എങ്ങനെ ശത്രുവിനെ തോൽപ്പിക്കാം. വണ്ടി കൊണ്ട് പിടിക്കാൻ പറ്റില്ല, വണ്ടി കൊണ്ട് പിടിക്കാൻ. കാരണം ഈ ബാൽട്ടൺ പാർക്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര പാടാ. അത് ഭയങ്കര കുഞ്ഞു ട്രാക്കാണ്. ഈവൻ ലാസ്റ്റ് ടൈം തന്നെ ഇവിടെയാന്ന് തോന്നുന്നു പെഡ്രോ വന്നിട്ട് പെഡ്രോയുടെ വണ്ടി ക്രാഷ് ആയിട്ട് തെറിച്ച് നേരെ ക്യാമറമാന്റെ ഇവിടെയായിരുന്നു. അപ്പം വർഷമായി. അപ്പം ഈ ട്രാക്ക് ഭയങ്കര കുഞ്ഞാണ്, ഓവർടേക്ക് ചെയ്യാനൊക്കെ ഒന്നില്ലേ. നമ്മൾ മറ്റേ ഇന്നലെ അക്കോസ്റ്റ ചെയ്യുന്ന പോലെ മാത്രമേ ഇവിടെ ഓവർടേക്കിംഗ് നടക്കുള്ളൂ, കുത്തി കയറ്റണം. ഇല്ലെങ്കിൽ നമ്മള് ബ്രേക്ക് വിട്ടിട്ട് എന്റെ ശബരിമല മുരുകാതെ വിളിച്ചിട്ട് അതെ പേടിപ്പിച്ച് മാറ്റുക എന്നുള്ള അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ Moto3, Moto2 റേസസിന് ഈ ട്രാക്ക് അടിപൊളിയാണ്. Moto3 ആണ് ഇതിൽ ഏറ്റവും അടിപൊളി ട്രാക്ക്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ട്രാക്ക് അതുകൊണ്ട് ഈ ബൈക്കിന്റെ സ്കില്ലിനെയും ബൈക്കിന്റെ കേപ്പബിലിറ്റിനേക്കാളും റൈഡറിന്റെ സ്കില്ല് ആണ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ട്രാക്കാണ്. പക്ഷെ വെരി ബാഡ് ട്രാക്ക്. ആൻഡ് ഓൾസോ ഇന്നലത്തെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കുറവ് ആൾക്കാർ അറ്റൻഡ് ചെയ്ത GP ആയിരുന്നത്. ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത, ഇപ്പൊ നമുക്ക് തന്നെ വലിയ താല്പര്യമുള്ളതിനെ കുറിച്ച് പറയാൻ, കാരണം ഇന്നലത്തെ ഹാപ്പനിങ്സ് ഇല്ലായിരുന്നു ഇതിനെ കുറിച്ച് പറയാൻ. ആദ്യം തൊട്ട് അവസരം വരെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കും, എല്ലാരും ഒരു ട്രെയിൻ പോലെ പോകും. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു ദിവസം പോലും നമുക്ക് എന്റർടൈനിങ് ആക്കാനായിട്ട് മാർട്ടിനും നമ്മുടെ മാർക്കസും ഒക്കെ ഉള്ളതുകൊണ്ട് മാർട്ടിന്റെ പിൻബോൾ വളരെ ബുദ്ധിപൂർവ്വം മാർട്ടിൻ വീണപ്പോ കൂടെ ബസ്സൊക്കെ കൊണ്ടുപോയി. അതിനൂടെ നീ എന്നെ തള്ളിയിടല്ലേ പോകുന്ന വഴിക്ക് റാവൽ ഫെർണാണ്ടസിനെ കണ്ട് പുള്ളിയും കൊണ്ട്. അല്ല ഞാനിപ്പോ എന്റെ കയ്യിലുള്ള മാർട്ടിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺസ് ഇങ്ങനെ കുറഞ്ഞു വരും. ഓരോ പ്രാവശ്യം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും മാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ. ഇത്തവണ എന്ത് പറയും. ഓക്കെ, മാർട്ടിന്റെ കേസ് പറയുമ്പോ നമുക്ക് ആദ്യമേ ഇനിഷ്യലിൽ നിന്ന് തുടങ്ങാം. നമ്മളെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ മാർക്കസ് തിരിച്ചു വന്ന എന്നുള്ളൊരു, പുള്ളി ഒരു ഏലിയൻ ആണ്. ഇത് ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ട്രാക്ക് ആണ്, കോട്ട പോലെ. അതൊന്ന് ആന്റി ക്ലോക്ക് വൈസ് ആവുമ്പോ തന്നെ അവിടെ മാർക്കസ്, പെഡ്രോ, ഈ ഗോകാർട്ടില് ഭയങ്കര ട്രെയിൻ ചെയ്യുന്നവർക്കെല്ലാം അതിനൊരു അപവാദം ഉണ്ട്. അത് പിന്നെ പറയാം. അതൊക്കെ ഉണ്ട്. അപ്പം ഈ ടെക്നിക്കൽ ട്രാക്കാണ്. അപ്പം മാർക്കസിനും പെഡ്രോക്കും ഒക്കെ കിടന്നിങ്ങനെ, അതുകൊണ്ടാണ് ഈവൻ ഒരു ക്വാളിഫയേഴ്സിലോ അല്ല പ്രാക്ടീസില് ടോപ്പ് റാക്ക് ടോപ്പ് 10 ശരിയാ വന്നായിരുന്നു. കാരണം ബൈക്സ് ഈവൻ ജാക്ക് മില്ലർ 4th ഉണ്ടായിരുന്നു വെയ്ഡ് റേസിൽ. ജാക്ക് മില്ലർ ആക്ച്വലി ഇന്നലെ നന്നായിട്ട് കിടിലായിട്ട്. ഫാബിയോ പിന്നെ ജീവിതം മടുത്തു. പുള്ളി ഞാൻ ഇനി ട്രൈ ഒന്നും ചെയ്യാനുള്ള, പുള്ളി നല്ല റിട്ടയർ ചെയ്തല്ലോ, ഓടിച്ചില്ല, റിട്ടയർ ചെയ്തു. പുള്ളിക്ക് മടുത്തു. കിടന്ന് ചെയ്യുന്ന. അപ്പൊ ഈ വീക്കിന് തുടങ്ങിയപ്പോ തന്നെ പക്ഷെ എളിമേര നിറകൂടെ പാടും മാർക്കസ്.
എനിക്ക് ഒരു ലാപ്പൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ, പക്ഷെ ഫുൾ റേസ് ഡിസ്റ്റൻസ് ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല. ബെസയ്ക്ക് കൊണ്ടുപോകും, കൊണ്ടുപോയി പക്ഷെ കൊണ്ടുപോയി. അപ്പൊ മാർക്കസ് ഇനിഷ്യലി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കസ് ഇപ്പൊ എത്ര ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, ഒരു 10 to 15 days അങ്ങനെ എന്തോ ആയി. 15 days ഒന്നല്ല, അത്ര എത്ര 2 GP പുറത്തായിരുന്നു, ഓൾമോസ്റ്റ് 1 month എന്തോ ആവുന്നു. അപ്പം അതും മേജർ സാധനങ്ങളാ. അപ്പൊ അതെ അതെ അതെ, അതിന് പുള്ളി വന്നിട്ട് ഭയങ്കര എളിമയാണ്. ഇത്തവണ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ പാവം ജീവിച്ചോട്ടെ. പെഡ്രോ ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതെ, പക്ഷെ പെഡ്രോയും മാർട്ടിനും ആദ്യമേ പറഞ്ഞു ഈ വീക്കെൻഡ് സൂക്ഷിക്കേണ്ട മാർക്കസിനെ. അവർക്ക് എല്ലാ കാര്യം മനസ്സിലായി, പാവം ബെസയ്ക്ക് മനസ്സിലായില്ല. ബെസക്കിയുടെ ഒരു നിഷ്കളങ്കത ഉണ്ട്. ഞാൻ ജയിക്കുന്നൊക്കെ മാർക്കസ് പറയുന്നത്, ഞാൻ ജയിക്കും അവിടെ സൈഡിൽ ദശമൂലം ദാബുന്റെ മീം നോക്കിയിട്ട് ജയിപ്പിച്ചു തരാം അതുപോലെ. അപ്പം ക്വാളിഫൈങ് എടുക്കുവാണെങ്കിലും മാർക്കസ് ആയിരുന്നു. എന്നുവെച്ചാൽ ലൈക്ക് മാർക്കസ് ലൈക്ക് ക്വാളിഫൈങ്ങില് പെഡ്രോ 136 ലൈക്ക് ചെയ്തു, വേറെ ആരും ചെയ്തില്ലായിരുന്നു. അപ്പൊ എല്ലാരും വിചാരിച്ചു പെഡ്രോ തന്നെ പോൾ പൊസിഷൻ എന്ന് പറഞ്ഞ് വിചാരിക്കുമായിരുന്നു. അപ്പൊ അതേ വരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യണേ, 200th of a second വേണ്ട വീണ്ടും മാമനൊന്ന് പൊയ്ക്കോട്ടെ തോന്നല്ലേ എന്ന് പറഞ്ഞതേ പോകുന്നത്. എന്നിട്ട് വീണ്ടും എളുപ്പം ഒരു ക്വാളിഫൈങ്ങിൽ ഒരു ലാപ്പൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ ഓർത്തയാ, ഇന്നലെ ഇവര് മറ്റേ നമ്മുടെ ഈ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇതുണ്ടല്ലോ, ഇതിനെപ്പറ്റി പറയുന്ന ആൾക്കാർ മൈക്കിൽ കൂടെ കമന്ററി ബഡീസ് പറഞ്ഞതാ. ഈ ട്രാക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ബ്രേക്ക് മാർക്കേഴ്സ് ഇല്ല. അത് അപ്പൊ അതൊരു ചലഞ്ചാണ്. ഇതൊരു ഫിക്സഡ് ബ്രേക്ക് മാർക്കേഴ്സ് ഇല്ല, ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബേസിലാണ് ഇത് ഓടിക്കുന്നത്. മുന്നേ ഇത് കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ ഞാനിവിടെ പിടിച്ചതാ, വർക്കേ ആയി എന്നൊക്കെ. അപ്പോ ക്വാളിഫൈങ് വന്നിട്ട് മാർക്കസ് ഫസ്റ്റ് വന്നു, സെക്കൻഡ് പെഡ്രോ വന്നു. സ്പ്രിന്റിൽ മാർക്കസ് ചുമ്മാ ക്രൂസ് ചെയ്യുമായിരുന്നു. അപ്പം ആദ്യമേ പറഞ്ഞൊരു സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ ഇവരുടെ, എന്നത് മാർക്കസ് ഒന്നാമതേ 100% ഫിറ്റ് അല്ല. അപ്പോ മാർക്കസ് ക്വാളിഫൈങ്ങിലാണെങ്കിൽ പോലും ഒരു 2 ലാപ്പ് ഒന്ന് പുഷ് ചെയ്തിട്ട് പോവാ, എന്നിട്ട് ഫുള്ള് വെയിറ്റ് ചെയ്തു, റെസ്റ്റ് എടുത്തിട്ട് സ്പ്രിന്റിൽ എന്തായാലും നല്ല പെർഫോം ചെയ്യുന്ന 100% കൺഫേം ആയിരുന്നു. കുറച്ച് ലാപ്പല്ലേ ഉള്ളു, എന്നിട്ട് മെയിൻ റേസിൽ സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡേവിഡ് ടർഡോസ് ഇതൊക്കെ പറഞ്ഞതാ, മറ്റേത് പിടിക്കാൻ പാടാ എന്റെ മോനെ അപ്പോ സ്പ്രിന്റും വന്ന് പുള്ളിക്കാരൻ ജയിച്ചിട്ട് പോയി, പിന്നെ മെയിൻ റേസും വന്ന് പുള്ളി അടിച്ചിട്ട് പോയി. അതിപ്പോ ഒന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാം. അതേ വലിയ അത്ഭുതമൊന്നുമില്ല, പുള്ളി ഫിറ്റാണോ പുള്ളി വന്ന് ജയിക്കാൻ പോവാ. ഇതാ പുള്ളി എന്റെ കൈ ഉണ്ടോ, ഇതിൽ ശക്തി ഒന്നുമില്ല കേട്ടോ, എല്ലാം തകർന്നു കേട്ടോ. മറ്റേ പണ്ടേ പറഞ്ഞ അവലോകനം തന്നെ, ലൈക്ക് സ്കൂളിൽ കുറെ പഠിക്കുന്ന പിള്ളേർ കാണുമല്ലോ, അയ്യോ പരീക്ഷ പാടായിരുന്നു കേട്ടോ, ഞാൻ തൂക്കുവന്നാ തോന്നുന്നു, വരുമ്പോ ഇവന് 98 എന്നിട്ട് 2 മാർക്കിന് വേണ്ടി പോവാൻ മറ്റേ ടീച്ചറിന്റെ അടുത്ത് ഒരുമാതിരി ആ സ്കീം. ആ ഒരു സംഭവമാണ് മാർക്കസിന്റെ അവസ്ഥ. അപ്പം ഓവറോൾ ഡുക്കാറ്റിയുടെ വീക്കെൻഡ് നോക്കുവാണെങ്കിൽ എനിക്കറിയില്ല, ബാക്കി ഡുക്കാറ്റിയെ വെച്ച് നോക്കാൻ ഒന്നുമില്ല. ഫാബിയോ ജിന്നന്റോണിയോയെ കൊണ്ട് പോയെന്ന് തോന്നുന്നു. ജിന്നന്റോണിയോ, റൗൾ ഫെർണാണ്ടസ്, അതെ, മാർട്ടിൻ ബെസക്കി, ഇവരെ കൊണ്ട് മാർട്ടിൻ മെയിൻ റേസിൽ പോയതുകൊണ്ട് അവരാരും പങ്കെടുത്തില്ല. ഇതൊന്നും ഇല്ലാത്ത ഇക്കറിലെക്കോണ പുള്ളിക്ക് ഫ്രീ ആയിട്ട് 7th. പുള്ളി ആക്ച്വലി പണ്ട് മോട്ടോ ജിപിയിലും ടെക് 3-ക്കോ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ മോട്ടോ ജിപിയിലെ സ്റ്റിന്റ് അത്ര നല്ല സീറ്റ് പോയി. പക്ഷെ എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഫ്രണ്ടില് അത് മാത്രമല്ലേ ടോപ്പ് റാങ്ക് ഔട്ടില്ലേ, ഇവര് പണ്ടത്തെ പറ്റി ഇതല്ലേ വേൾഡ് സൂപ്പർ ബൈക്ക് ഇക്കറ് മറ്റേ ഹോണ്ടയിൽ ഒന്ന് മാറി നിങ്ങളെ നീ പതുക്കെ എവരെ കൊണ്ടെങ്കിലും നീന്തി വാ, ഈ ഡുക്കാറ്റി കൊണ്ടൊക്കെ പോയി അവിടെ വെയിറ്റ് ചെയ്തതിനു വേണ്ടി. പുള്ളിക്ക് അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ഇവൻ ആക്ച്വലി ടോപ്പ് റാക്കിന് കുറ്റം പറയില്ല, ഇന്നലെ ടോപ്പ് റാക്ക് കിട്ടില്ലായിരുന്നു. ടോപ്പ് റാക്കിനൊന്നും പറയാൻ പറ്റില്ല, യമഹ ഒരു തകർന്ന തരിപ്പട അവസ്ഥയിലായിരുന്നു. അല്ല യമഹന്റെ ഇത് ഞാൻ ആലോചിക്കുന്നത് ഈ വർഷമൊക്കെ വിട്ടു ഫാബിയോനെ പോലെ. എന്താ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം യമഹ ഫാക്ടറി പുതിയ ലൈനപ്പ് ആയിരിക്കും, അയുഗുറയും മാർട്ടിനും. ഇതൊക്കെ കാണുമ്പോൾ യമഹയാണെങ്കിൽ ബഡ്ജറ്റ് കൂടുതൽ അലോ ചെയ്തിട്ടുണ്ട്. യമഹ ഇടിച്ചിടുമ്പോ വണ്ടി ശരിയാക്കണമല്ലോ, 1 മില്യനോട് മാറ്റി വെച്ചേരും അവനെ വേണ്ടി വരുമെന്നൊക്കെ അയുഗുറയും. അപ്പൊ ഇപ്പൊ ഫാബിയോ എന്ത് പറഞ്ഞാലും അവര് നീ പറഞ്ഞിട്ട് അടുത്ത വർഷം എന്തായാലും നീ ഹോണ്ടേ പോയല്ലേ, ഇതൊന്നും ചെയ്യാനില്ല. ഇപ്പം അവര് ആ കൂടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ V4 എഞ്ചിൻ വെച്ചിട്ട് മിക്കവാറും അവര് നോക്കുന്നത് എന്നോടൊന്നും പറഞ്ഞില്ല, എനിക്ക് തോന്നുന്ന അവരുടെ ഷാസി
ഡെവലപ്മെന്റ് ആയിരിക്കും. അതിന്റെ ഡേറ്റാസ് കളക്ട് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഒരു 1000cc എഞ്ചിനീന് അവർക്കൊരു 850 വീണ്ടും അതിലുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് എന്നായിരുന്നു അടുത്ത 850 ടെസ്റ്റിംഗ് തുടങ്ങുന്നത്? അയ്യോ ഞാൻ മറന്നുപോയി. ചെക്ക് ജിപിയോ അത് കഴിഞ്ഞിട്ടാണ് ഈ 850 ടെസ്റ്റിംഗ്. ആ സമയത്തായിരിക്കും പുതിയ റൈഡർ ചേഞ്ചസ് അനൗൺസ് ചെയ്യും. ഓക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും അല്ലേ? അപ്പം അവര് നോക്കുന്ന മിക്കവാറും ഈ 1000cc എഞ്ചിൻ വെച്ച് റിലയബിലിറ്റിയും ടെസ്റ്റ് ചെയ്തിട്ട് ഫ്രെയിമും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 850cc വീണ്ടും യമഹയും ഹോണ്ടയും ഈ മാർട്ടിന്റെ ഒരു സമയം വെച്ചിട്ടുണ്ടല്ലോ, ഇവൻ പോകുന്ന എല്ലാ ടീമും നന്നാവും. ഇവൻ അവിടെ ചെന്ന് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നതല്ലാതെ വണ്ടിയൊക്കെ കിടും ഇല്ലേ? അപ്പുറേ നോക്കുവാണെങ്കിലും ഒക്കെ മിക്കവാറും യമഹ കയറിയും കത്തും, അടിപൊളിയാവാൻ. ഒന്നുകിൽ ലിറ്ററിനെ ഞാൻ കത്തും അല്ലെങ്കിൽ നന്നാവും. പക്ഷെ ഹോണ്ട എന്തായാലും പൊളിക്കുന്നതായിരിക്കും തോന്നുന്നു. ഡിയോഗോ മൊറേറൊക്കെ എന്ത് പോക്കാടാ ചെക്കൻ. അതേപോലെ ഇന്നലെ ഞാൻ മിറർ പോട്ടെ, മിററിന്റെ കാര്യം ഇപ്പൊ ഓക്കെ. ഈ മറ്റേ നമ്മൾ ഈ ഫാബിയോടെ കാര്യം പറഞ്ഞല്ലോ, ഫാബിയോ തഴഞ്ഞ പോലെ മിററിനെ ഹോണ്ട തഴഞ്ഞ് ഇവനെ കൊണ്ടിനി ഓട്ടോമാറ്റിക് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ലാഭം എനിക്ക് അറിഞ്ഞൂടാ. വേറെ മറ്റേ ബ്രാഡ് ബിൻഡറിന്റെ സീറ്റ് പോകും. അത് മിററിന്റെ എന്താണ്? മിറർ ഒരു വേൾഡ് ചാമ്പ്യൻ അല്ലേ, അതൊരു സംഭവമാണ്. ഒരു 2020 വേൾഡ് കപ്പില് ഒരു റേസ് അവൻ ജയിച്ചിട്ടുള്ളൂ. ഹിസ്റ്ററിയിൽ കൊണ്ട് മാത്രം ഒറ്റ റേസേ ജയിച്ചിട്ടുള്ളൂ പുള്ളി. അപ്പം ഓവറോൾ നമുക്ക് അതിനെപ്പറ്റി ഇനിയിപ്പം ഒന്നും പ്രത്യേകിച്ച് ഞാൻ പറയാൻ വന്ന ആരെന്ന് അറിയാം, ലൂക്ക മാരിനെ പറ്റി. പുള്ളി ആക്ച്വലി ടോപ്പ് ഹോണ്ട ആയിരുന്നു തോന്നുന്നു അല്ലേ? ഐ തിങ്ക് സോ. ടോപ്പ് ഹോണ്ട ആയിരുന്നു. ഡിയോഗോ മൊറേറോ അല്ല. കാരണം ഫൈനൽ റേസിന്റെ എനിക്ക് എന്റെ ഓർമ്മയിലുള്ളത് ഫസ്റ്റ് മാർക്കസ് വന്നു, സെക്കൻഡ് പെഡ്രോ, തേർഡ് അയ്യോ പെക്കോച്ചി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ മറ്റേ ക്രൂസ് ചെയ്യായിരുന്നു തേർഡ് മെയിൻ റേസില്. പുള്ളി ഫ്രണ്ടിലും ആരും പിടിക്കാൻ പറ്റത്തില്ല, ബാക്കിൽ ആരും പിടിക്കത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല പുള്ളിക്ക്. ഫോർത്ത് പിന്നെ നമ്മൾ സ്ഥിരം അഗൂറോ എങ്ങനെയും ലാസ്റ്റ് ക്വാളിഫയിങ് ഒന്ന് ശരിയാക്കിയിട്ട് ആദ്യമേ ഇത് ചെയ്തോടെ. പുള്ളി ബാക്കിൽ അഗൂറോ ചിലപ്പോ തേർഡ് പിടിച്ച, പക്ഷെ കുറെ നേരം മില്ലറിന്റെ ബാക്കിൽ സ്റ്റക്കായി. മില്ലറിന്റെ അല്ല, എനിക്കൊന്ന് ഇവന്റെ ബാക്കിലാണ് സ്റ്റക്കായേ. മെയിൻ റേസിനകത്ത് ലൂക്ക മാരിനിയുടെ പുറകിലാന്ന് തോന്നുന്നു. അതെ അവര് തമ്മിലൊരു ബാറ്റിൽ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് മില്ലറിനെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പിന്നെ ലൂക്കയുമായിട്ടുണ്ടായിരുന്നു. ഫിഫ്ത്ത് വന്ന ഹോണ്ട, അതായത് ടോപ്പ് ഹോണ്ട ലൂക്ക മാരിനി ആയിരുന്നു എന്റെ ഓർമ്മ. ലൂക്ക മാരിനെ കുറിച്ച് ലൂക്ക മാരിനി ആക്ച്വലി ഒരു നല്ല റൈഡർ ആയിട്ടോ, ഹോണ്ടനെ രക്ഷിക്കും. കാരണം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടീനെ കുറിച്ച് നന്നായിട്ട് അറിയാം, നല്ല ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഒരു റൈഡറാണ് അല്ലേ. എന്ന് വെച്ചാൽ പുള്ളിക്ക് ടെക്നിക്കലി ഫീഡ്ബാക്ക് കൊടുക്കാൻ അറിയാം. ഡെവലപ്മെന്റ് കീഴിലെ റൈഡറാണ് ലൂക്ക മറീനി. ഇനി ചിലപ്പോ VR46 കണ്ടാലും അതിൽ അത്ഭുതമൊന്നുമില്ല. പുള്ളിക്ക് എന്തായാലും മറ്റേ നമ്മുടെ ഇയാളുടെ കാര്യം, ലാൻഡ് സ്ട്രോളിന്റെ കാര്യം പറയുന്നതല്ല, തിരിച്ചു പോകാനായിട്ടൊരു എന്റെ ഒരു സാധനം കിട്ടിയത്. പക്ഷെ പുള്ളി കഴിവുള്ള ഒരു മനുഷ്യനാ. പുള്ളി പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി കഴിവുകളുണ്ട്. അപ്പോ ഓവറോൾ ഇതാണ് ഡുക്കാറ്റി ഡോമിനേഷൻ എന്നല്ല, ഡുക്കാറ്റി ഡോമിനേഷൻ ഒന്നല്ല, മാർക്കസ് ഡോമിനേഷൻ. അതെ മാർക്കസ് ഒന്ന് കൊണ്ടുപോയി. ഞാൻ എന്നിട്ട് ആദ്യം രണ്ടാഴ്ച എനിക്ക് റിട്ടയർ ആവും. പക്ഷെ ഇപ്പൊ കണ്ടിട്ട് ഫുള്ള് റിട്ടയർ ആവും. ശരിക്കും നമ്മൾ ഏലിയത്ത് വിളിക്കുന്നത് അയാളൊരു ഏലിയൻ തന്നെയാണ്. എനിക്ക് മൈൻഡ് സെറ്റ് ആണെന്നേ. ലൈക്ക് എങ്ങനെ ഒരു ക്രാഷ് നമുക്ക് വേദന കാണത്തില്ല എന്തായാലും. അത് കഴിഞ്ഞ ഈ റേസിൽ മറ്റേ കാലിൽ മറ്റേ സാധനം ഇട്ടിട്ടാ വന്നവിടെ ഇരുന്നത് ഫസ്റ്റ്. എന്നിട്ട് വന്നിട്ട് ഫ്രൈഡേ പുള്ളി ഓടിച്ചില്ല. അതാ ഫ്രൈഡേ പുള്ളി റെസ്റ്റ് എടുത്ത് ഓടിച്ചില്ല പുള്ളി. പക്ഷെ ഏലിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പറയുന്നത് തെറ്റാതെ വിളിക്കാൻ പറ്റും ഒരേ സ്വരത്തിൽ. അപ്പൊ വീക്കെൻഡ് തരുന്നു പെഡ്രോ. ആൻഡ് ഓൾസോ വേറെ സംഭവമുണ്ട്, മാർക്കസിന്റെ 100th GP വിക്ടറി ആയിരുന്നു. അത് ഒന്നും പറയാനില്ല, പുള്ളി പിന്നെ ഏലിയനെ നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇനി ഒരു 15 കൂടെ വേണം. അത് വീണില്ലെങ്കിൽ മാർക്കസ് ഇഞ്ചുറി ഒന്നും ആവാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസൺ എന്താന്ന് പറയാൻ പറ്റില്ല. ഇയാൾ ഓട്ടോറിക്ഷ വരെ ഓടിച്ച് റേസ് ചെയ്യിപ്പിക്കുന്ന ആളാ. അത് ജാക്ക് മില്ലറും ടോപ്പ് റാക്ക് ഓട്ടോറിക്ഷ റേസ് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഓവറോള് ഇന്നലത്തെ റേസിനകത്ത് ബാറ്റിൽ ബിറ്റ്വീൻ മാർക്കസ് ആൻഡ് പെഡ്രോ. പെഡ്രോന് അടുത്ത ഏലിയെന്ന് വിളിക്കുന്നത് എന്താണെന്ന് ഇന്നലത്തെ റേസ് പെഡ്രോ കേപ്പബിൾ ആണെന്നുള്ളത്. കാരണം ആ KTM വെച്ചിട്ട് പുള്ളി ഇങ്ങനെ ഓടിക്കുമെങ്കിൽ നെക്സ്റ്റ് ലെവലാണ്, അടിപൊളിയാണ് പുള്ളി. അതുപോലെ തന്നെ നെക്സ്റ്റ് ലെവലാണ്. ഇതിനു മുന്നേ പുള്ളി വേറെ സംഭവം, ഇത്രയും നാളായിട്ട് പുള്ളിക്ക് ഒരു GP വിക്ടറി ഇല്ല ഗ്രാൻഡ്. അതിന് ഒരേ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആ ബൈക്കാണ്. ആ പെഡ്രോ അല്ല, ആ ബൈക്കാണ്.
പക്ഷെ ഇത്രയും ഈ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു റൈഡർ കാണത്തിൽ. പക്ഷെ ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള ടാലന്റ് ഉണ്ടെന്ന് സ്പോട്ട് ചെയ്ത് അടുത്തോട്ട് എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് ഇയർ എന്നൊക്കെ ഉള്ള പോലെ. പിന്നെ നമുക്ക് അടുത്ത അഡ്രസ് ചെയ്യേണ്ടത് ഏപ്രിലിയ. ഇന്നലത്തെ ഒരു ഏപ്രിലിയയില് ഇന്നലെ ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് 100% ഷുവർ മാർട്ടിൻ അവിടെ കാണത്തില്ല. ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു, ഇനി കാണത്തില്ല. കാരണം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിൻ ഇപ്പം ഐ ഡോണ്ട് കെയർ എന്ന് വെച്ചാൽ ലൈക്ക് പുള്ളി യമഹയിലോട്ട് പോവുക. അത് ഏപ്രിലേക്കും അറിയാം, എമയ്ക്കും അറിയാം, പുള്ളിക്കും അറിയാം. അപ്പം ഇപ്പൊ നമ്മളിപ്പോ മറ്റേ നോട്ടീസ് പീരീഡ് കൊടുത്തിട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സെറ്റപ്പാ. എന്ന് വെച്ചാൽ ഈ ഫയൽ ഇത് സബ്മിറ്റ് ചെയ്യോ, എന്റെ പട്ടി സബ്മിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാല് സൗകര്യമില്ല. എന്ന് വെച്ചാൽ ഇപ്പം ലൈക്ക് ഇപ്പം റൈഡേഴ്സ് തമ്മിൽ റെസ്പെക്ട് വേണം. ബെസക്കി ഫ്രണ്ടിൽ പോവാണ്. കാരണം മാർട്ടിന് അറിയാം ഈ ട്രാക്കില് ഫ്രണ്ടിൽ വരണമെങ്കിൽ ആദ്യത്തെ ഇതിൽ തന്നെ കേറണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പൊ പുള്ളി എന്ത് കൊടുത്തു അത് ചെയ്യും. കാരണം മാർട്ടിൻ ഒരിക്കലും ഒരു എന്താ പറയാ ഒരു ടീം പ്ലെയർ എന്നോ ഒരു നല്ല ടീംമേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മാർട്ടിൻ വർക്ക്സ് ഫോർ മാർട്ടിൻ. അപ്പം ഒരു ഇമ്മൻസ് ടാലന്റ് ഉണ്ട്, പക്ഷെ ഇമ്മൻസ്ലി ബാഡ് ആറ്റിറ്റ്യൂഡ് ആണ് പുള്ളിക്കുള്ളത്. റണ്ണിങ് ഔട്ട് ഓഫ് എക്സ്ക്യൂസസ് ആണ് എനിക്ക് പുള്ളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള. അപ്പം ഏപ്രിലിയർ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് അവനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ എന്തായാലും പോവുക എന്നുള്ളൊരിതാണ്. ആൻഡ് ഓൾസോ ലൈക്ക് പുള്ളി ബെസക്കായിട്ട് പണ്ട് ഇഷ്യൂസ് ഉണ്ട് പുള്ളിക്ക്. ഇപ്പൊ ഇച്ചിരി കൂടെ ഒന്ന് മയപ്പെട്ടു വന്നു. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ ആവുന്ന അവർക്ക് അറിയാൻ പറ്റത്തില്ല. ഈവൻ ഇന്നലെ തന്നെ മെസ്സയ്ക്ക് ഒരു മീമൊക്കെ ഇട്ടാറ്, സംടൈംസ് ബാഡ് സംടൈംസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു റൈഡേഴ്സ് ഇന്നലെ വന്നിട്ട് അതിനെ കുറിച്ച് കമന്റ് ചെയ്തില്ല. മില്ലർ മാത്രം വന്നിട്ട് എനിക്ക് തോന്നുന്നു ലൈക്ക് ഫസ്റ്റ് കോർണറില് റൈഡ് ഹൈഡ് ഡിവൈസിന്റെ പ്രശ്നമാണ്. അപ്പം നമ്മള് വേറെ രീതിയിലൊക്കെ ബ്രേക്ക് ചെയ്യുക. അപ്പൊ ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടില്ല. പക്ഷെ ഈ സെയിം സാധനമാണ് കഴിഞ്ഞ വർഷം ജപ്പാനില് മാർട്ടിൻ ചെയ്തത്. 17th ഫസ്റ്റ് കോർണറിൽ വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഫ്രണ്ടിൽ കയറാൻ വേണ്ടി പുള്ളി ഒരു പോക്കങ്ങ് പോയി നേരെ ചെന്ന് ബെസക്കിനെ അടിച്ച് 2 പേര് പോയി. അങ്ങനെ കോളർ ബോൺ ഒടിഞ്ഞത്. ബെസക്കിയാണ് പുള്ളിയുടെ മറ്റേ ക്രാഷ് ഡമ്മി. അതെ, പാവം ബെസക്കി. പക്ഷെ അതെന്താ പ്രശ്നം അറിയാം, അതിപ്പം ഈ ക്രാഷ് ഒരു അബ്നോർമൽ സിറ്റുവേഷനിലാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ചാമ്പ്യൻഷിപ്പിന് ഫൈറ്റ് ചെയ്യുന്ന ബെസക്കി ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് റൈഡർ, അടുത്ത സെക്കൻഡ് പൊസിഷനിലേക്കാണ് മാർട്ടിൻ, മൂന്നാമത്തെ ഫാബിയോ ജിന്നന്റോണി. സൈഡിൽ കൂടെ പോയ റാവുൽ ഫെർണാണ്ടസ് നിന്നെ ഞാൻ നോക്കി അപ്പൊ പുള്ളിന്റെ മനസ്സിൽ കൂടെ എന്താ പോകുന്നതെന്ന് അറിയത്തില്ല. ഈവൻ റൈഡേഴ്സ് മാസിമോ റിവോളോ വന്നിട്ട് പോലും പറഞ്ഞു മാർട്ടിന്റെ മിസ്റ്റേക്ക് ആണ്. ലാസ്റ്റ് വീക്കെൻഡ് വാസ് ദ ബെസ്റ്റ് വീക്കെൻഡ് ഫോർ ഏപ്രിലിയ, ദിസ് ഹാസ് ടു ബി ദ വേഴ്സ്റ്റ് വീക്കെൻഡ് ഫോർ ഏപ്രിലിയ എന്ന് പുള്ളി പറഞ്ഞു. ആൻഡ് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഷ് പെനാൽറ്റി മാർട്ടിന് കിട്ടിയാൽ പോലും ഐ വോണ്ട് ബി സർപ്രൈസ്ഡ്. പക്ഷെ പുള്ളിക്ക് ഡബിൾ ലോങ് ലാപ്പ് പെനാൽറ്റിയാണ്. അത് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത റേസിൽ പുള്ളി എന്തായാലും ജയിക്കാൻ ഉള്ള ചാൻസ് വളരെ കുറവാണ്. ടോപ്പ് 10 ടോപ്പ് 5 വരാൻ ഡബിൾ ലോങ് ലാപ്പ് പെനാൽറ്റിയിൽ. ആൻഡ് ലക്കിലി ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. ലൈക്ക് എന്താ പറയാ, കാരണം ഇപ്പൊ ബെസയ്ക്ക് വല്ല ക്രാഷ് വല്ല ഇഞ്ചുറി ഒക്കെ തീർന്നില്ല. അത് വൻ ഏപ്രിലേക്ക് ബ്ലോ ആ. കാരണം അവരുടെ മറ്റേ ഡ്രീം സീസൺ പോലെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിലാണ് ഇത് സംഭവിക്കുന്നത്. കഴിഞ്ഞ സീസൺ ആണെങ്കിൽ വീണ്ടും പോട്ടേത് വെക്കാം. ഇതില് സാൽവദോര് വീട്ടിൽ മൈ ഗോഡ് വീണ്ടും പോകേണ്ട അവസ്ഥയായി. പക്ഷെ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു അടിപൊളി ഫൈറ്റ് ബെസക്കി മാർട്ടിൻ തമ്മിൽ വരാൻ ചാൻസ് ഇല്ലാതില്ല. ശരി, അതെ, ചാൻസ് അല്ല, ഉണ്ട്, അത് വരും. മാർട്ടിൻ ഏപ്രിലി ആണെന്നൊന്നും നോക്കത്തില്ല. മാർട്ടിൻ മറ്റേ ഫുൾ. അതെ, അപ്പൊ അത്രേ ഉള്ളൂ. വീക്കെൻഡ് അതെ, അടുത്ത ബ്രൂണോ GP അതല്ലേ ഞാൻ പറയാൻ വന്നേ. അത്രേ ഉള്ളൂ വീക്കെൻഡ്. ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിനും തൊലച്ചു. മറ്റേ മാർട്ടിൻ ബുൾഡോസർ. നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ പണ്ടേ പറഞ്ഞ സെയിം സെറ്റപ്പ് തന്നെ. മാർട്ടിൻ പെർഫോം ചെയ്യുമ്പോൾ മാർക്കസ് കാണത്തില്ല, മാർക്കസ് പെർഫോം ചെയ്യുമ്പോൾ മാർട്ടിൻ, ഇവർ രണ്ടുപേരും ഒന്നാ. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീക്കെൻഡ് നമുക്ക് കാണാം.